തിരുവനന്തപുരം ഉള്ളൂർ ആക്കുളം റോഡിലും വെള്ളക്കെട്ടുണ്ട്. ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടിരിക്കുകയാണ്. വാഹനങ്ങൾ വഴിതിരിച്ചു വിടുകയാണ്. വെള്ളത്തിലകപ്പെട്ട നിരവധി വാഹനങ്ങൾ കെട്ടിവലിച്ച് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇതിനോടകം തന്നെ തിരുവനന്തപുരത്ത് ഇപ്പോഴും കനത്ത മഴ പെയ്യുകയാണ്. അതേ തുടർന്ന് നമ്മൾ ഈ കാണുന്നത് ഉള്ളൂർ ആക്കുളം റോഡാണ്. പ്രധാനപ്പെട്ട പാതയാണ്, ഹൈവേയിലേക്ക് ഇറങ്ങുന്ന പ്രധാനപ്പെട്ട പാതയാണ്. അവിടെ ഈ വെള്ളം നിറഞ്ഞ് ഒരു വെള്ളക്കെട്ടുണ്ടായി വാഹനങ്ങൾ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ജെസിപി അടക്കം എത്തി ഈ ഒരു വെള്ളക്കെട്ട് ഇവിടെ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. പൊഴി മുറിച്ചു കഴിഞ്ഞു. ഇനി അരമണിക്കൂറിനുള്ളിൽ ഇവിടെ നിന്ന് വെള്ളം ഇറങ്ങുമെന്നുള്ളതാണ് പ്രദേശവാസികളടക്കം പറയുന്നത്. പക്ഷേ അരമണിക്കൂറായി ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത് വെള്ളം കെട്ടി വാഹനങ്ങളടക്കം അകപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് റിക്കവറി വാഹനം എത്തിയാണ് ഈ വാഹനങ്ങളെ വലിച്ച് കരയിലേക്ക് എത്തിച്ചത്. ഈ റോഡ് അത് നിഷിന് സമീപമാണ്, പ്രധാനപ്പെട്ട പാത. അത് ടെക്നോ പാർക്കിലെ അടക്കം ആളുകൾ ഹൈവേയിലേക്ക് ഇറങ്ങാനും ജോലിക്ക് എത്താനും ആശ്രയിക്കുന്ന പാതയാണ്. രാവിലെ തന്നെ നല്ല ഗതാഗത കുരുക്കുണ്ടായിരുന്നു. അവിടെയാണ് ഈ വെള്ളം കെട്ടിയത്. അത് കനത്ത മഴ, ഇന്നലെ രാത്രി മുതൽ പെയ്യുന്ന കനത്ത മഴ അത് തന്നെയാണ്. അതുപോലെ ഈ വാഹനം 5ലധികം വാഹനങ്ങളാണ് ഈ വെള്ളക്കെട്ടിൽ അകപ്പെട്ട് കെട്ടിവലിച്ച് പുറത്തേക്ക് എത്തിക്കേണ്ടി വന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ജെസിബി അടക്കം എത്തിച്ച് ഈ വാഹനങ്ങൾ കൂടാതെ ഈ വെള്ളക്കെട്ട് ഇവിടെ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. കുറെ നേരം എവിടെ നിൽക്കുന്നത്? കുറച്ചു നേരം അത്യാവശ്യം. അങ്ങനെ ഒരുപാട് പേർ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയൊരു ഗതാഗത തടസ്സം ഇവിടെ ഉണ്ട് എന്നുള്ളത് തന്നെ. കുറെ നേരം ഇവിടെ വെള്ളക്കെട്ടുണ്ടാവുന്ന എപ്പോഴും ഇത്രയും ഉണ്ടാവില്ല. വെള്ളം ഉണ്ടാവും, ഇത്ര ഉണ്ടാവില്ല. അനുജ, അങ്ങനെ തന്നെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ രണ്ടു ഭാഗത്തും ആക്കുളം ഉള്ളൂർ റോഡിന്റെ രണ്ടു ഭാഗത്തായും ഗതാഗത തടസ്സമുണ്ട്. ഇവിടെ നിന്ന് വെള്ളം പൂർണ്ണമായും ഈ വെള്ളക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കിയാൽ മാത്രമേ ഗതാഗതം പൂർണ്ണമായും സാധാഗതിയിലേക്ക് ആക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ദൂരത്തോളം കാണുന്ന രീതിയിലേക്ക് വെള്ളക്കെട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പുറം ഈ വെള്ളക്കെട്ട് എത്രയും വേഗം ഒഴിവാക്കാനുള്ള ഒരു ശ്രമവും ജെസിബി അടക്കം എത്തിച്ച് നടത്തുന്നു.